എല്ലാവർക്കും സ്വാഗതം. ഖുറാനിലെ 28ാമത്തെ ജുസ് അത് നമ്മളെക്കുറിച്ച്, നമ്മളെ തന്നെ കണ്ടെത്താനുള്ള വഴികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു ചോദ്യമില്ലേ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നമുക്കെല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും. ഈ തിരക്കിനിടയിൽ ഞാൻ ആരാണ്, എന്റെ ലക്ഷ്യമെന്താണ്, എങ്ങോട്ടാണ് ഈ പോക്ക് എന്നൊക്കെ അല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്? ഖുർആൻ ഇതിനൊരു ഉത്തരം തരുന്നുണ്ടോ? ഉണ്ട്. വളരെ കൃത്യമായ ശക്തമായ ഒരു ഉത്തരമുണ്ട് ഈ ആയത്തിൽ. അല്ലാഹുവിനെ മറക്കുന്നവരെ പോലെ നിങ്ങളാകരുത്. കാരണം അങ്ങനെ സംഭവിച്ചാൽ അല്ലാഹു അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളയും. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ നമ്മളെ മറന്നുപോകുന്നതിന്റെ കാരണം നമ്മൾ അല്ലാഹുവിനെ മറക്കുന്നതാണ് എന്ന്. നമ്മുടെ അസ്തിത്വത്തിന്റെ താക്കോല് തന്നെ അവനുമായുള്ള ആ ബന്ധത്തിലാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എന്റെ ജീവിതത്തിൽ ഞാൻ അല്ലാഹുവിനെ മറന്നുപോകുന്നുണ്ടോ? കാരണം ആ മറവിയാണ് നമ്മുടെ ഉള്ളിലെ കോമ്പസ് തെറ്റിക്കുന്നത്, നമുക്ക് വഴി തെറ്റിക്കുന്നത്. ഇവിടെയാണ് ഈ ജുസ് അതിമനോഹരമായൊരു പരിഹാരം നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. അല്ലാഹുവിനെ അറിയുക, അത് നമ്മളെ തന്നെ അറിയലാണ്. അവന്റെ ഓരോ പേരുകളും അവന്റെ ഓരോ ഗുണങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മളെ തന്നെ കാണാനുള്ള ഒരു കണ്ണാടിയായി മാറുകയാണ്. നമ്മൾ ആരാകണം, നമ്മുടെ കഴിവെന്താണ്, നമ്മുടെ ലക്ഷ്യമെന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോ അല്ലാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു തിയറി പഠിക്കുന്നത് പോലെയല്ല, അവൻ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സജീവമായി ഇടപെടുന്നുണ്ടെന്ന് മനസ്സിലാക്കലാണ്. അവൻ കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. ഈ ആയത്തിന്റെ പിന്നിലുള്ള ഒരു കഥയുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞുപോകും. പ്രവാചകന്റെ അടുത്തേക്കൊരു സ്ത്രീ വരുന്നു. ഭർത്താവിന്റെ ഒരു വാക്കുകൊണ്ട് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ. ആ സ്ത്രീ പ്രവാചകനോടാണ് സംസാരിക്കുന്നതെങ്കിലും ഖുറാൻ പറയുന്നത് അവരുടെ ഹൃദയം ആവാലാതിപ്പെട്ടത് അല്ലാഹുവിനോടായിരുന്നു എന്നാണ്. അല്ലാഹു അത് കേട്ടു. ഒരു മുറിയുടെ മൂലക്കിരുന്ന് പറഞ്ഞ ആ സ്വകാര്യ സംഭാഷണം 7 ആകാശങ്ങൾക്കപ്പുറത്ത് അല്ലാഹു കേട്ടു എന്ന്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ, ആരും കേൾക്കാനില്ലെന്ന് തോന്നുമ്പോൾ ഓർക്കുക, അവൻ കേൾക്കുന്നുണ്ട്. ഇനി നമ്മള് സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ അല്ലാഹുവിന്റെ അത്യുദാത്തമായ ഒരുപാട് പേരുകൾ ഒരുമിച്ചു വരുന്നുണ്ട്. അവൻ ആരാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നതിലൂടെ നമ്മളാരാണെന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു വഴികാട്ടിയാണിത്. ഓക്കെ, ഈ പേരുകളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ പോകാം. അൽ മലിക്, എല്ലാത്തിന്റെയും യഥാർത്ഥ രാജാവ്. അൽ ഖുദ്ദൂസ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എല്ലാ കുറവുകളിൽ നിന്നും പരിശുദ്ധനായവൻ. അസ്സലാം, സമാധാനത്തിന്റെ ഉറവിടം. അൽ മുഅ്മിൻ, യഥാർത്ഥത്തിൽ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നവൻ. അൽ മുഹൈമിൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ പിന്നെ എന്തിനാണ് പേടി? എന്തുമാത്രം സമാധാനമായിരിക്കും അല്ലേ? ശരി, ഇനി ജീവിതത്തിലെ പരീക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്മളിൽ പലർക്കും പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ പരീക്ഷണങ്ങൾ നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് അല്ലാഹുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണെന്നാണ് ഖുറാൻ പറയുന്നത്. ആദ്യത്തേത് ഒരു ഇന്റേണൽ ടെസ്റ്റാണ്. അതായത് നമ്മുടെ ഉള്ളിലെ പരീക്ഷണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സമ്പത്തും മക്കളും തന്നെ. അവയൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്, സംശയമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഏറ്റവും വലിയ മറയായിട്ട് അത് മാറും. അടുത്തത് ഒരു എക്സ്റ്റേണൽ ടെസ്റ്റാണ്. അതായത് പുറത്തുനിന്നുള്ള പരീക്ഷണം, ശത്രുക്കൾ. പക്ഷെ ഈ ആയത്തിലെ ഏറ്റവും പവർഫുള്ളായ ഭാഗം അതല്ല. അല്ലാഹു എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചോ? എന്റെ ശത്രുവിനെയും നിങ്ങളുടെ ശത്രുവിനെയും, അതായത് നിങ്ങളുടെ ശത്രു എന്റെയും ശത്രുവാണ് എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ പോരാട്ടങ്ങളിൽ അവൻ എത്രത്തോളം നമ്മളോടൊപ്പമുണ്ട് എന്നതിന് ഇതിലും വലിയൊരു ഉറപ്പ് വേറെ കിട്ടാനുണ്ടോ? അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ പോരാട്ടങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ സത്യത്തിന്റെ കൂടെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇതിലും വലിയൊരു ധൈര്യം വേറെ എന്തുണ്ട്? അപ്പോ ഈ പരീക്ഷണങ്ങളെയൊക്കെ എങ്ങനെ മാറിക്കടക്കും? എന്താണതിന്റെ താക്കോല്? ഖുറാൻ ഒരൊറ്റ വാക്കിൽ അതിന് ഉത്തരം തരുന്നുണ്ട്. അതാണ് തഖ്വ. തഖ്വ എന്നു പറഞ്ഞാല് വെറുമൊരു പേടിയല്ല, അതിലുപരി അല്ലാഹുവിനെക്കുറിച്ചുള്ള ഒരു ബോധമാണ്. എപ്പോഴും അവൻ എന്നെ കാണുന്നുണ്ട് എന്ന ഓർമ്മ, പ്രത്യേകിച്ച് ശരിയും തെറ്റും തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ആ നിർണായക നിമിഷങ്ങളിൽ. സൂറത്ത് ത്വലാഖിൽ വിവാഹമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും തഖ്വയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്രയും വികാരപരമായൊരു സാഹചര്യത്തിൽ പോലും അല്ലാഹുവിനെ ഓർക്കുന്നതാണ് യഥാർത്ഥ തഖ്വ. അങ്ങനെ തഖ്വ മുറുകെ പിടിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്നൊരു വാഗ്ദാനമുണ്ട്. ഖുറാനിലെ തന്നെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വാഗ്ദാനങ്ങളിലൊന്നാണിത്. സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ അല്ലാഹുവിനെ ഓർക്കുന്നവർക്ക് അവൻ നൽകുന്നൊരു ദൈവിക ഗ്യാരണ്ടി.
ഈ വാഗ്ദാനത്തില് 2 കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചോ. ഒന്ന്, അവനൊരു പോം വഴി, ഒരു വഴിയുണ്ടാക്കിത്തരും. എല്ലാ വാതിലും അടഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് അവനൊരു വഴി തുറന്നുതരും. 2, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തയിടത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകും. ശരിയായ കാര്യം ചെയ്യുമ്പോ തുടക്കത്തില് ചിലപ്പോൾ നഷ്ടം തോന്നിയേക്കാം, പക്ഷെ അതിലൂടെ അല്ലാഹു തുറന്നുതരുന്ന വഴികൾ നമ്മുടെയൊക്കെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും. ഇതെല്ലാം അവസാനം വന്നെത്തുന്നത് ഒരിടത്താണ്, നമ്മുടെ ഹൃദയത്തിൽ. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ് എന്നതില്. അല്ലാഹുവിനെ ഓർക്കുന്നൊരു ഹൃദയവും അവനെ മറന്ന ഒരു ഹൃദയവും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. ഈ ഒരു താരതമ്യം നോക്കിക്കേ. ഒരു വിശ്വാസി, അവൻ സെക്യൂറാണ്. കാരണം അവന്റെ അംഗീകാരം വരുന്നത് അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് അവന്റെ ഹൃദയം നിറഞ്ഞതായിരിക്കും. അവൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനാകും. എന്നാൽ കപടവിശ്വാസിയുടെ ഹൃദയം ഖാലിയാണ്. അവൻ എപ്പോഴും അരക്ഷിതനാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി ദാഹിക്കും. എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനേ അവൻ ശ്രമിക്കൂ. സൂറത്തുൽ ജുമായയിലെ ഈ ആശയം നോക്കൂ. ജുമായ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം പോലും ഉപേക്ഷിച്ചിട്ട് വരാൻ പറയുന്നു. എന്താ കാരണം? കാരണം നിങ്ങൾ ആ കച്ചവടത്തിലൂടെ എന്ത് നേടാനാണോ ശ്രമിക്കുന്നത്, അതിന്റെയൊക്കെ യഥാർത്ഥ ഉടമസ്ഥനായ അല്ലാഹുവിനെ ഓർക്കാനാണ് നിങ്ങൾ പോകുന്നത്. അപ്പോ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് സമ്പാദിക്കുന്നതിലല്ല, അല്ലാഹുവിനെ ഓർക്കുന്നതിലാണ്. കാരണം അന്നം നൽകുന്നവൻ അവനാണ്. അവനെ ഓർത്തതിന്റെ പേരിൽ അവൻ നിങ്ങളെ ഒരിക്കലും നഷ്ടത്തിലാക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഹൃദയമാണ് ഒരു വിശ്വാസിയുടേത്. അപ്പോ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിക്കാം. എന്റെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത് അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നിറഞ്ഞതാണോ, അതോ ഈ ലോകത്തിലെ കാര്യങ്ങൾ കൊണ്ട് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണോ? ഈ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം.